അച്ഛല്ലേ അവിടെ കിടന്ന് ഉറങ്ങുന്നു. അച്ഛൻ മരിക്കാതെടാ പട്ടിയിലെ നീയൊക്കെ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. ആര് പറഞ്ഞതാ എന്റെ അച്ഛൻ മരിക്കുന്നു? ചെറിയച്ഛൻ. എടാ മക്കളെ, അച്ഛൻ മരിക്കുമെന്ന് കബഡി പറഞ്ഞ ചവിട്ടി. താനിപ്പം മരിക്കുമെന്ന് എനിക്ക് കബഡി നോക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞേക്കാം. താൻ തന്റെ കാര്യം നോക്കിയാൽ മതി, അച്ഛന്റെ കാര്യം ഞങ്ങൾ മക്കളെ നോക്കിക്കോളാം. ഞാൻ പിന്നെ മാനത്തുനിന്ന് പൊട്ടി വീണാടാ. ഭാസ്കരേട്ടന്റെ വീട്ടിൽ നിന്നാണല്ലോ ശബ്ദം. എടി മിനിമോളെ, എടി അപ്പുറത്തെ ഫൈറ്റ് നടക്കുന്നടി. മിനിമോളെ ഇറങ്ങി വാ. അവിടെ പറമ്പിൽ കൂടെ ഓടുന്നത് നിൽക്കാണോ? സമയമായി പോയി നോക്ക്, അച്ഛനെ പോയി നോക്ക്. അച്ഛൻ പോയി. അല്ലാതെ കൂടുകയാണെങ്കിൽ ചന്തയിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. ഡോക്ടറെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന മരുന്ന് തന്നെ കൊടുത്താൽ മതി മതി. വലിവ് കൂടുതലാ, സാച്ചുറേഷൻ കുറവാണ്. അതുകൊണ്ട് ഓക്സിജൻ കോൺസെൻട്രേറ്റർ മേടിച്ച് വെക്കേണ്ടി വരും. വേറെ പേടിക്കാനൊന്നുമില്ല, സഡേഷന്റെ മയക്കത്തില. ഇപ്പൊ ഉണർത്തണ്ട. കട തുറന്നാൽ ഉടനെ കോൺസെൻട്രേറ്റർ മേടിച്ച് ഇവിടെ എത്തിക്കണം. അല്ലെങ്കിൽ വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാ ഞാൻ പിന്നെ പോട്ടെ. ഹായ് മാസ്ക്. ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാറ്റമൊന്നും വരുത്തണ്ട. ഇടയ്ക്ക് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ എന്തേലും ഡൗട്ട് വന്നാൽ ഇതിലെൻ്റെ നമ്പറുണ്ട്, വിളിച്ചാൽ മതി. ഇനിയൊന്നും പേടിക്കാനില്ല, അപ്പച്ചൻ സൂപ്പറായിക്കോളും. എന്നാ ഞാൻ